എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളിന്ന് പറയാൻ പോണത് 2023 നടന്ന ഒരു LD ക്ലർക്കിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് നമ്മൾ പറയുന്നത്. ഇത് പരമാവധി എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല, കാരണം നമ്മൾ തമിഴ് മലയാളം നോയിങ് ആണ്. അത് കാരണം കുറേ പേരെങ്കിലും നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടേ ഉണ്ടാവില്ല. അപ്പം നിങ്ങളെല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മളുടെ പ്ലേലിസ്റ്റിൽ നിന്ന് നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പം 155ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുണ്ട്. ഇംഗ്ലീഷ് മലയാളം 100 ക്വസ്റ്റ്യനും GK 155ഓളം ക്വസ്റ്റ്യൻ പേപ്പറും ആയിട്ടുണ്ട്. അതെല്ലാം നോക്കി പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ പദം ഏത്? ഇതിലെ ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ് വരിക? സമ്രാട്ടാണോ, സാമ്രാട്ടാണോ, സമ്രാട്ട് ആണോ, സാമ്രാട്ട് ആണോ? ഏതാണ് ശരിയായത്? ആൻസർ എ തന്നെയാണ് അല്ലെ, സമ്രാട്ട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മന്ദം എന്ന വാക്കിന്റെ വിപരീത പദം ഏത്? മന്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഗ് ചെയ്തിട്ട് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ശീഘ്രം, വേഗത്തില് എന്നുള്ള അർത്ഥം ശീഘ്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പദം ഏത്? ശരത്ചന്ദ്രൻ എന്നുള്ളത് എങ്ങനെയാണ് എഴുതുക? എങ്ങനെയാണ്? ശരത്ചന്ദ്രൻ എന്നാണ് എഴുതുക. സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിന്റെ ഒറ്റപ്പദം ഏത്? ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ ബുഭുക്ഷു, കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു, കാണാൻ ആഗ്രഹിക്കുവാൻ ദിദൃക്ഷു. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതെല്ലാം നോക്കി പഠിക്കാം. മുറ്റം എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഏത്? മുറ്റം ഏതാണ് അല്ലാത്തത്? കൃപാണം എന്നുള്ളതാണ് അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന പദം ഏത്? ധനാശി പാടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനിക്കുക. ഉമ്മാക്കി കാട്ടുക എന്ന ശൈലിയുടെ ശരിയായ വ്യാഖ്യാനം ഏത്? ആൻസർ എ, അയഥാർത്ഥമായ ഒന്ന് ഉണ്ടെന്ന തരത്തിൽ അവതരിപ്പിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിറ്റോളം പിരിച്ചെഴുതുക. ചിറു പ്ലസ് ഓളം, ചിറ്റോളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രസാദം, പ്രാസാദം എന്നീ പദങ്ങളുടെ അർത്ഥം വരുന്നവ ഏതാണ്? പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം. പ്രാസാദം എന്ന് പറഞ്ഞാലോ മാളികയാണ് കേട്ടോ. ബി ആണ് ആൻസർ. ഏകവചന രൂപം ഏത്? മിടുക്കർ, അധ്യാപകർ, ഭാഗവതർ, മനുഷ്യർ. ഇതില് ഏകവചനായിട്ട് വരുന്നത് ഭാഗവതർ. ഒരാളെ ഇല്ലെങ്കിലും ഭാഗവതർ എന്നാണ് പറയുക അല്ലെ. ബഹുവചന രൂപം ഏത്? ദ്രോണർ, വൈദ്യർ, മരക്കാർ, ഭൃത്യർ. ഭൃത്യരാണ് അല്ലെ, കൂടുതൽ എണ്ണം ഉള്ളത് ഭൃത്യർ എന്ന് പറയുക. ഇതെല്ലാം ഓരോരുത്തരെയും അങ്ങനെയാണ് പറയുക. ഇനി കല് പ്ലസ് മതം ചേർത്തെഴുതുക. എങ്ങനെയാണ്? കന്മതം. ബി ആണ്. ഞാൻ ഒന്നും പഠിച്ചില്ല, ആ പരീക്ഷ ഞാൻ വിജയിച്ചു. ഈ വാക്യങ്ങൾ ചേർത്തെഴുതുമ്പോൾ ഉപയോഗിക്കാവുന്ന ശരിയായ ഘടകപദം ഏത്? ഞാൻ ഒന്നും പഠിച്ചില്ല എന്നിട്ടും ആ പരീക്ഷ ഞാൻ വിജയിച്ചു. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. ശരിയായ പദം ഏത്? ഉച്ഛ്വാസം. ഉച്ഛ്വാസം എന്നുള്ളത് എങ്ങനെയാണ് എഴുതുക? ബി ആണ്. അച്ഛൻ എന്നുള്ളതിലാണ് ഉച്ഛ്വാസം എന്ന് പറയുന്നത്. ചാച്ച ആണ് എഴുതേണ്ടത്. വ്യക്തിയെ സംബന്ധിച്ചത് ഒറ്റപ്പദം ഏത്? വ്യക്തിയെ സംബന്ധിച്ചതിന് ഒറ്റപ്പദം എന്താ എഴുതുക? വൈയക്തികം. നെക്സ്റ്റ്, ഹി വുഡ് ഹാവ് കം ഇഫ് ഐ ഹാഡ് ഇൻവൈറ്റഡ് ഹിം എന്നതിന്റെ ശരിയായ പരിഭാഷ ഏത്? ഞാൻ ക്ഷണിച്ചിരുന്നു എങ്കിൽ അവൻ വന്നേനെ. നെക്സ്റ്റ്, സ്ത്രീലിംഗ ശബ്ദം എഴുതുക. പ്രഭുവിന്റെ സ്ത്രീലിംഗം എന്താണ്? പ്രഭ്യു ആണ് കേട്ടാ, പ്രഭി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുല്ലിംഗ ശബ്ദം എഴുതുക. ഏകാകിനി. ഏകാകിനിയുടെ പുല്ലിംഗം എന്താണ്? ഏകാകി, ഏകാകിനി. നെക്സ്റ്റ്, നന്നൂൽ പിരിച്ചെഴുതുക.
നന്നൂല് എങ്ങനെയാണ് പിരിച്ചെഴുതുക? നല് പ്ലസ് നൂൽ, നന്നൂൽ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ശരിയായ രൂപം ഏത്? പണ്ട് കാലത്ത് നിലവിലിരുന്ന ഐതിഹ്യങ്ങളെ ഇത് എല്ലാം വായിച്ചു നോക്കുക നിങ്ങള്. അതിലേതാണ് ശരിയാവുക? ആൻസർ സി ആണ് കേട്ടോ. പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. നെക്സ്റ്റ് ഇനി ഇംഗ്ലീഷ് ആണ്. ഹി ഈസ് ഡിപ്പെൻഡന്റ് ഡാഷ് മീ. He is dependent upon me. Next, write the antonym of the underlined word. Things that are cheap in summer are sometimes too dash in winter. Answer B ആണ്, dear. ചീപ്പിന്റെ വിപരീതമാണ് എന്ത്? ഡിയർ എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ? പ്രീത ഡാഷ് വിത്ത് ആൻ ആക്സിഡന്റ് ലാസ്റ്റ് വീക്ക്. പ്രീത met with an accident last week. Next question. Rama as well as Mohan dash passed the exam. Rama as well as Mohan has passed the exam. Next question. Choose the right option to change into indirect speech. He said to me, I finished the work yesterday itself. Answer എന്താ വരിക? He said to me that he had finished the work the previous day itself. Next question. Choose the correct meaning for the idiom underlined. His blood ran cold when he heard that his friend was murdered. Answer C ആണ്. He was horrified. Next question. It is not good to smoke dash cigarette before dash meal. Answer എന്താ വരിക? It is not good to smoke a cigarette before the meal. Next question. I would go and meet him if he dash me. Answer എന്താ വരിക? Invited me. Next question. Change the following sentence into assertive sentence. Can you lift the heavy luggage? അപ്പൊ എങ്ങനെയാണ് പറയാ? I can lift the heavy luggage എന്നാണ് assertive ആയിട്ട് എഴുതുക. Next question. Add appropriate question tag. Let us have a cup of tea. Answer എന്താ വരിക? Shall we? Next question. Change the voice. Cats catch mice. അപ്പൊ എന്താണ്, എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക? വോയിസ്, പാസീവ് വോയിസിന് ആക്റ്റീവ് വോയിസും ആക്റ്റീവ് വോയിസിന് പാസീവ് വോയിസും ആക്കണത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുള്ളതാണ്. മൈസ് ആർ, മൈസ് എന്ന് പറയുന്നത് മൗസിന്റെ പ്ലൂരൽ ആണ്. മൈസ് ആർ കോട്ട് ബൈ കാറ്റ്സ്. Next question. Change the following sentences into superlative degree. Malacca is an old town in Malaysia. Answer എന്താ വരിക? Malacca is the oldest town in Malaysia. Superlative degree ആക്കുമ്പോൾ ഓൾഡസ്റ്റ് വരും. ഇനി നെക്സ്റ്റ്. സ്പാരോസ് ട്വിറ്റർ. എലിഫൻസ് എന്താ ചെയ്യുക? സ്പാരോസ് ഉണ്ടാക്കുന്ന സൗണ്ടിനെയാണ് ട്വിറ്റർ എന്ന് പറയണത്. അപ്പം എലിഫന്റ് ഉണ്ടാക്കുന്ന സൗണ്ടിനെ നമ്മൾ എന്ത് പറയും? ട്രംപറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിറ്റർനെസ്. റിജക്റ്റിന് എന്താ വരിക? റിജക്ഷൻ. നെക്സ്റ്റ്. ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് ഇതില്? പെർസീവറൻസ് അല്ലെ? PERSEVERANCE. Perseverance. Next question. Duck
ഡ്യൂക്ക്, ഡച്ചസ്. ബാച്ചിലർ എന്താണ് വരിക? ബാച്ചിലർ, സ്പിൻസ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇർഫാൻ വാസ് ഡാഷ് ഇൻ എ വില്ലേജ് ഇൻ ബീഹാർ. Irfan was brought up in a village in Bihar. Next question, choose the one word for the phrase underlined. The people who were watching cheered loudly. Who were watching എന്ന് പറയണേന് വൺ വേർഡ് അല്ലേ? ഏതാണ് വരിക? സ്പെക്ടേറ്റേഴ്സ്. Next question, find one word of the following. A building with a furnace for cremating dead bodies. എന്താണ് പറയാ അതിന്? ക്രിമറ്റോറിയം. Next question, ex gratia means payment made out of generosity. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.